എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ രാത്രി കാല ചിന്തകൾ നിങ്ങളെപ്പറ്റിയാണോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ തത്തമ്മ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെക്കുറിച്ചാണോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തി നിലകൊണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് മാത്രം ആ വ്യക്തി ചിന്തിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമാണ് ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് ഒക്കെ നിങ്ങൾ കരുതുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയത് അത്തരത്തിലൊന്നുമല്ല, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലല്ല. നിങ്ങളോട് ആ വ്യക്തി കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിന് ഒട്ടും തയ്യാറല്ലായിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായി കൂടുതൽ അടുത്ത് പെരുമാറുന്നതിന് ഒരു വിയോജിപ്പുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു മടിയുള്ളതുപോലെ നിങ്ങൾ കണ്ടു. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല, ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. ഞാൻ എങ്ങാനും മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ സ്നേഹിച്ചാൽ അത് ശരിയാകില്ല എന്നുള്ളൊരു അബദ്ധ ധാരണയാണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം അല്പം പോലും പുറമേ കാണിക്കാതെ, അല്ലെങ്കിൽ ആ സ്നേഹം പകർന്നു നൽകാതെ കടന്നു പോകുന്നു. അതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സാണ് വേദനിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹത്തെയൊക്കെ കുറിച്ച്. പക്ഷേ ആ വ്യക്തിയുടെ ദുരഭിമാനം ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ അനുവദിക്കുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. നിങ്ങളെ അംഗീകരിക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. നിങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സങ്കീർണതകൾക്ക് അത് പാത്രമാകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ നേരിട്ട് കാണിക്കുമ്പോൾ പിശുക്ക് കാണിക്കുന്ന സ്നേഹം ആ വ്യക്തി നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. പകൽ നിങ്ങളോട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണിക്കാൻ പറ്റാത്ത സ്നേഹത്തെ രാത്രിയിലൊരു സ്വപ്നം പോലെ ആ വ്യക്തി കാണുന്നു, ആ വ്യക്തി മനസ്സിലാക്കുന്നു, അവരുടെ ചിന്തയിൽ നിങ്ങളെത്തുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അവരുടെ ചിന്തയിൽ, അവരുടെ സ്വപ്നത്തിൽ, അവരുടെ രാത്രികാല ഓർമ്മകളിലൊക്കെ നിങ്ങളുണ്ട്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ സ്നേഹം നിങ്ങൾക്കെപ്പോഴും വേണ്ടുവോളം ലഭിക്കും. അവർ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സ്നേഹം നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ പ്രദാനം ചെയ്യുകയാണ്. ആ സ്നേഹം നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കുകയാണ്. ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നൽകിയ സ്നേഹം ഇപ്പോഴും ദൃഢമായി നിൽക്കുന്നു. എന്നും നിങ്ങളെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രണയമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ പ്രണയത്തെ അത്ര സീരിയസായി, അത്ര പ്രധാനപ്പെട്ടതായിട്ട് ആ വ്യക്തി കാണുകയാണ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ പ്രണയത്തെ കണ്ടറിഞ്ഞുകൊണ്ടും, നിങ്ങളുടെ ഇഷ്ടത്തെയും നിങ്ങളുടെ പ്രണയത്തെയും മനസ്സിലാക്കിക്കൊണ്ടും അതിശക്തമായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ ഇഷ്ടമില്ല. നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ ഇഷ്ടമില്ല. എപ്പോഴും
നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ഹൃദയത്തിൽ നിങ്ങൾ എന്ന് മാത്രം കരുതി ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്നൊരു പക്ഷെ വൈകാരികമായി നിങ്ങളോട് പിണക്കവും വാശിയും ഒക്കെ കാണിച്ചാലും നിങ്ങളെ എത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളോട് സ്നേഹക്കൂടുതൽ കൊണ്ട് വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കുമ്പോഴും ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളില്ലാതെ ഒരിക്കലും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നു, നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കൊപ്പം ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.